ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് കുക്കർ ബിരിയാണിയാണ്. ഇത് നമ്മൾ റൈസ് കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ റൈസ് കുക്കറിൽ വെക്കുന്ന ഒരു സ്റ്റീൽ കലത്തിലേക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു സ്റ്റീൽ കപ്പിന് 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് വെള്ളം നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വെള്ളം തിളക്കാനായിട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ അത് ഒരു അടുപ്പത്ത് വെച്ചിട്ട് മറ്റൊരു അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, അതുപോലെ ഒരു 4 ഏലക്ക, ഒരു തക്കോലം, അതുപോലെ 4 ഗ്രാമ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ അരിയുടെ അളവ് കൂട്ടുമ്പോൾ നിങ്ങൾ മസാലയുടെ അളവും കൂട്ടുക. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ബിരിയാണി മസാലയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഞാൻ ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ അളവിൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കൂടുതലായിട്ട് നിങ്ങൾ വെജിറ്റബിൾസും മസാലയൊക്കെ കൂടുതലായിട്ട് തന്നെ എടുക്കുക. ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി, അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് കൂടുതൽ എരിവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നല്ല സ്പൈസി ആയിട്ട് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുളക് ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മളിതൊന്ന് തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കുറച്ച് ബീൻസ്, അതുപോലെ സോയ, കുറച്ച് ക്യാപ്സിക്കം, ഇതൊക്കെയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. മഷ്റൂം, കോളിഫ്ലവർ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. എന്നിട്ട് വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. വെള്ള റൈസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ മഞ്ഞൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ കുറച്ച് മഞ്ഞളും കൂടെ ചേർക്കുന്നുണ്ട് ഇതിൽ. ഇനി നല്ല പോലെ ഇളക്കിയൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ബിരിയാണി മസാലയാണ് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ വെജ് ബിരിയാണിയിലേക്ക് ഒരുപാട് മസാല ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് മല്ലിയില, പുതിനയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് റൈസിൻ്റെ കൂടെ വേവും. അതുകൊണ്ട് തന്നെ ഒന്നങ്ങോട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് റൈസ് വേവുന്ന കൂട്ടത്തിൽ ഈ ഒരു മസാലയും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ആ ഒരു സമയത്ത് എന്തായാലും ഇതെല്ലാം നല്ല പോലെ തന്നെ വെന്ത് കിട്ടും. ഇനി 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വിനാഗിരി ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കുക. ഞാനിവിടെ ചെറുനാരങ്ങ നീരാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബസ്മതി റൈസിന് പകരം നിങ്ങൾക്ക് ജീരകശാല ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ റൈസും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് റൈസിലേക്ക് ആവശ്യമുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. മസാലയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. റൈസ് തിളച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ തീ ഓണാക്കിയിട്ട് അടുപ്പത്ത് വെക്കണില്ല. നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പ്, എരിവ് ഇതൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമ്മളിത് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാധാരണ നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതേപോലെ തന്നെ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നിട്ട് ചോറ് വിളമ്പിയെടുക്കുക. ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സാധാരണ ബിരിയാണി ഗാർണിഷ് ചെയ്യുന്ന പോലെ കുറച്ച് പൊരിച്ച
ഒണിയനും അതുപോലെ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് വിളമ്പിയെടുക്കുക. ഇത് നിങ്ങൾക്ക് ബീഫിൻ്റെ കൂടെ, ചിക്കൻ്റെ കൂടെ, മട്ടൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം. ഇനി ഒന്നുമില്ലെങ്കിലും അച്ചാറ്, പപ്പടം, തൈരൊക്കെ ഉണ്ടെങ്കിലും നന്നായിട്ട് കഴിക്കാൻ പറ്റും നല്ലൊരു റൈസാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.